കൃപാസനം ദേവാസ്തവിളി സംഘങ്ങൾ നോമ്പുകാല അനുഷ്ഠാന രാത്രിയാമ പ്രയാണം ആരംഭിച്ചു. കൃപാസനം ഡയറക്ടർ ഫാദർ വി പി ജോസഫ് അലി വീട്ടിൽ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. കൃപാസനം കാൽനൂറ്റാണ്ട് മുമ്പ് മുന്നോട്ട് വെച്ച എല്ലാ കലകളും പുത്തമ്പാനം, അമ്മാനം, ദേവാസ്തവിളി, പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, ചവിട്ടുനാടകം, ശ്രാമക്കാരോട് എല്ലാ കലകളും കടൽമൊഴിയിൽ ഉൾപ്പെടുത്തിയത് ഒരു ചരിത്ര സംഭവമായി. പിന്നീട് കലാകാരന്മാർക്കെല്ലാം 5 മിനിറ്റെങ്കിലും സ്റ്റേജിൽ ചിലവഴിച്ചവർക്ക് ഗവൺമെൻറ് ഒരു കലാരൂപത്തിൽ 3000 രൂപ വെച്ച് എല്ലാ കലാകാരന്മാരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തത് ഒക്കെ ശരിക്കും ഈ കലയോട് ജനാധിപത്യ സംവിധാനം കാണിക്കുന്ന പ്രതിബദ്ധതയുടെ നിദർശനമാണ്. സർക്കാർ ഇനിയും വലിയ വലിയ പ്രോഗ്രാം കാര്യം കലാകാരന്മാരെ നിലനിർത്തിയാൽ മാത്രമേ കല നിലനിൽക്കൂ എന്നുള്ളത് എൻ്റെ മനസ്സിൽ 25 കൊല്ലം മുമ്പ് തോന്നിയതാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പ്രോഗ്രാം വേണം. ചവിട്ടുനാടകം എവിടെയെല്ലാം ആവശ്യപ്പെട്ടാലും അവിടെ ആവശ്യപ്പെടുന്ന മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ അവതരിപ്പിക്കാൻ കഴിയണം. കൃപാസനം വൈസ് ഡയറക്ടർ തങ്കച്ചൻ പനക്കൽ അധ്യക്ഷനായി. സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിൽ കുരിശുമാലയും വാഴ്ത്തി നൽകി. വിവിധ ദേവാസ്തവിളി സംഘങ്ങളിലെ 501 അംഗങ്ങൾക്കാണ് കുരിശും മണിയും വാഴ്ത്തി നൽകിയത്. ഇൻഡോ യൂറോപ്യൻ സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് പ്രോജക്ട് ഓഫീസർ സി ജോമോൾ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൃപാസനം ജനറൽ മാനേജർ സണ്ണി പരുത്തിയിൽ, ജോസി കണ്ടക്കടവ്, അഡ്വക്കേറ്റ് എഡ്വേർഡ് തുറവൂർ, TX പീറ്റർ, CJ ആന്റണി എന്നിവർ പങ്കെടുത്തു. വിഭൂതി തിരുനാൾ ദിനത്തിൽ ആരംഭിച്ച പ്രാർത്ഥനാ പ്രയാണം ദുഃഖവെള്ളിയാഴ്ച അവസാനിക്കും.